So, good evening once again to all of you. So, this is our fourth class of communicative English. So, I think all of you know that how to speak English well. What are the methods that lead to speaking English well? So, first of all, we know that we know Malayalam, and how did we study Malayalam? So, by interacting with our family members, our kith and kins, and our neighbors, with our neighbors. So, through that way, all of you can speak English very well. There are a lot of methods. Before that, let us first of all let us know something about how to speak English. I mean, how can we speak English using our mother tongue? മദർ ടങ് യൂസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് എങ്ങനെ പറയാമെന്നുള്ള ഒരു കാര്യത്തിലൂടെയാണ് നമ്മൾ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ആൻഡ് ഫസ്റ്റ് ക്ലാസ് വി സ്റ്റഡീഡ് അബൌട്ട് ഹൗ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. സെക്കൻഡ് ക്ലാസ് യു സ്റ്റഡീഡ് about how to say about your daily routine. And today, what are we going to learn is some little bit sentences, I mean some small sentences to convey what is in your mind very well and very thoroughly and in a natural way. സോ നമ്മുടെ മനസ്സിലൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുന്ന ചില ശകലങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത്തരം ശകലങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാം എന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓരോ ദിവസവും ഓരോ കാര്യമാവും പഠിക്കാം. അത് നിങ്ങൾ ശരിക്കും ക്ലാസ് കേൾക്കണം കേട്ടോ. ഇന്ന് ബേസിക്കായിട്ട് ഏറ്റവും ബേസിക് തന്നെയാണ്. ഓക്കെ, നമുക്കൊരു വേർഡ് എടുക്കാം. ഒരു വേർഡ് കം. കം എന്നത് നമുക്കറിയാം വെർബാണ്, V1 ആണ്. അതിൻ്റെ മീനിങ് വരിക എന്നാണ്. എന്നാൽ ഇതേ വേർഡ് നമ്മൾ നമുക്ക് ഒരാളോട് എന്തെങ്കിലും പറയാനുള്ള ഒരു കമാൻഡായിട്ട് നമുക്ക് കം എന്ന വേർഡ് ഉപയോഗിക്കാം. കം എന്ന വാക്കിൻ്റെ അർത്ഥം വരൂ എന്നാണ്. ഇനി ക്ലാസ് റെക്കോർഡിങ്ങിലാണ് കേട്ടോ. ക്ലാസ് റെക്കോർഡിംഗ് ഉണ്ട്, നമ്മളെല്ലാ ക്ലാസ്സും റെക്കോർഡിംഗ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, കാരണം ചില സഹോദരിമാർക്ക് ചിലപ്പോൾ പിന്നെ ഗൂഗിൾ മീറ്റ് പോലും നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു റെക്കോർഡിംഗ് ക്ലാസ് കൊടുക്കേണ്ടത്. യൂട്യൂബിന് പിന്നെ പൊതുവേ അങ്ങനെയുള്ള പ്രശ്നം വരില്ല. ഗൂഗിൾ മീറ്റിന് വന്നാലും യൂട്യൂബിന് വരില്ല. കാരണം യൂട്യൂബ് നിങ്ങളുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്പെഷ്യലി നിങ്ങളെ നെറ്റ്വർക്ക് യൂട്യൂബിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നെറ്റ് സ്പീഡ് കൂടുന്ന അർത്ഥം. അപ്പോൾ നമുക്ക് കം എന്ന വേർഡും തുടങ്ങാം. കം വരിക എന്നാണ്. അപ്പോൾ കം എന്നൊരു കമാൻഡായി പറഞ്ഞാൽ വരൂ, വരൂ. കമ്മിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ന അർത്ഥം വരുന്ന ഹിയർ എന്ന വേർഡും കൂടി ചേർക്കുകയാണെങ്കിൽ കം ഹിയ. ശരിക്കും കം ഹിയർ ഒന്നും പറയില്ല, കമിയ എന്നേ പറയുള്ളൂ. കമിയ, ഇവിടെ വരൂ എന്നാണ്. കം ഹിയ, ഇവിടെ വരൂ. ഓക്കെ, കം ഹിയർ, ഇവിടെ വരൂ. ഇതൊരു കമാൻഡാണ്. അത് നമ്മിലും പ്രായം കുറഞ്ഞ ആളുകളോടെ കമാൻഡ് പറയാൻ പാടുള്ളൂ. എസ്പെഷ്യലി നിങ്ങൾക്ക് പറയാം, കാരണം നിങ്ങളെ മക്കളോട് പറയാം. നിങ്ങൾ ഒരു 8-9 മാസത്തിനുള്ളിൽ നിങ്ങൾ ടീച്ചറായിട്ട് എൻറോൾ ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ വിദ്യാർത്ഥിനികളോട് നിങ്ങൾക്ക് ഈ കാര്യം പറയാം. കം ഹിയർ, ഇവിടെ വരൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ കമിയർ എന്ന് പറഞ്ഞാൽ കമാൻഡാണ്, ഒരു ആജ്ഞയാണ്. നമുക്ക് തുല്യം പ്രായമുള്ളവരോടും നമ്മളെക്കാളും പ്രായമുള്ളവരോടും നമ്മൾ കാര്യങ്ങളൊന്നും ആജ്ഞാപിക്കാറില്ല. ഉണ്ടോ? ഇല്ല. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരോട് മാത്രമേ നമ്മൾ കാര്യങ്ങൾ ആജ്ഞാപിക്കാറുള്ളൂ, കൽപ്പിക്കാറുള്ളൂ. ഓക്കെ, എന്നാൽ നമുക്കിനി നമ്മിലും പ്രായം കൂടിയ ആളുകളോട് ഇതേ കാര്യം ഇവിടെ വരൂ എന്ന് പറയണമെങ്കിൽ അതൊരു റിക്വസ്റ്റ് രൂപത്തിൽ വേണം പറയാൻ. റിക്വസ്റ്റ്. ആ റിക്വസ്റ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ഈ കം ഹിയർ എന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ ആദ്യമോ അവസാനമോ ഏത് ഒരു ഭാഗത്ത്
പ്ലീസ് എന്ന വേർഡ് ചേർത്താൽ മതി. പ്ലീസ് കം ഹിയർ, പ്ലീസ് കം ഹിയർ, ദയവായി ഇവിടെ വരൂ, പ്ലീസ് കം ഹിയർ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മരുന്നുള്ള ക്ലാസ് തന്നെയാണ് കേട്ടോ. ശരിക്കും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മണിക്കൂറെങ്കിലും ക്ലാസ് നമുക്ക് എടുക്കാൻ പറ്റണം. എങ്കിലേ നമുക്ക് ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്ത മുഴുവൻ കാര്യവും നിങ്ങളെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അത് നിങ്ങളെ കൊണ്ട് അഡീഷണലി വർക്ക് ചെയ്യിപ്പിക്കാതെ, വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ പിന്നെയും ടൈം വേണം കേട്ടോ. എന്തായാലും നമുക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് ശ്രമിക്കാം. തീർച്ചയായിട്ടും നമ്മളെ ഡെയിലി ക്ലാസ്സുകളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞാൽ അടുത്ത് തന്നെ ആരംഭിക്കും. നമ്മുടെ ചൈൽഡ് സൈക്കോളജിയും ഹെൽത്ത് ന്യൂട്രീഷനും സ്കൂൾ മാനേജ്മെൻറ്റും പ്രീ പ്രൈമറി തിയറിയും മോണ്ടിസോറി ഫിലോസഫിയും ഫണ്ടമെൻ്റൽ അറബിക് ആൻഡ് ഗ്രാമറൊക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് നോക്കട്ടെ. നമുക്ക് അപ്പോൾ സാഹചര്യം അനുസരിച്ച് സ്പോക്കൺ ഒന്നുകിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പോകും കേട്ടോ. അത് നമ്മൾ ആ സമയത്ത് നോക്കിയിട്ട് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് സ്പോക്കണുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ പിന്നെയും വരും. അതായത് നമ്മൾ നിർത്തുന്ന ആ അവസരം ഉണ്ടാവുന്നില്ല. അപ്പോൾ ആദ്യം കിട്ടിയ കാര്യങ്ങൾ ശരിക്കും പഠിച്ചു വെക്കുക. അപ്പോൾ കം ഹിയർ, പ്ലീസ് കം ഹിയർ. ഉമ്മാനോട് പാടൊക്കെ പറയാം, പ്ലീസ് കം ഹിയർ. ഓൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് നോക്കിയിട്ടും കൂടി വേണം പറയാനിട്ടോ. ഓക്കെ, പ്ലീസ് കം ഹിയർ, കം ഹിയർ, പ്ലീസ് കം ഹിയർ. കം ഹിയർ പറയാൻ നിങ്ങൾക്ക് നിങ്ങൾ മക്കളോട് പറയാം, നിങ്ങൾ അനിയത്തിയോട് പറയാം, നിങ്ങൾ ടീച്ചറായി എൻറോൾ ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ വിദ്യാർത്ഥികളോട് പറയാം. ഓക്കെ, എന്നാൽ നിങ്ങളെക്കാളും പ്രായം കൂടിയവർ, നിങ്ങൾക്ക് ഈക്വലായി പ്രായമുള്ളവരോട് അവിടെയൊക്കെ പറയുമ്പോൾ നമ്മൾ പ്ലീസ് കം ഹിയർ എന്ന് പറയണം. ഇനി ഞാനിവിടെ പ്ലീസ് തന്നെ കുറേ ഉണ്ട്. അതിൻ്റെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക്, സങ്കീർണമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇറങ്ങാം. കാരണം വുഡ് യു പ്ലീസും, കുഡ് യു പ്ലീസും, വിൽ യു പ്ലീസും ഒക്കെ പഠിപ്പിക്കാനുണ്ട്. അതൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലീസ് തന്നെ, അതായത് പ്ലീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം അപേക്ഷിക്കുകയാണ്. അപേക്ഷിക്കുന്ന പോലും പല ക്വാണ്ടിറ്റിയിൽ വരുന്നതാണ്, പല ഡിഗ്രി അളവിലുള്ളതാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ പല കാര്യങ്ങളും പറയാൻ ആ പറയുന്ന കാര്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് യൂസ് ചെയ്യുന്ന പ്രയോഗങ്ങളുണ്ട്. നമുക്കൊരു വാക്ക് നോക്കാം. വെറുതെ എക്സാമ്പിളായിട്ട് വാക്ക് പറയാണ്. കാറ്റ് എന്നുള്ളത് എന്താ ഇംഗ്ലീഷിൽ പറയാം? ഒന്ന് ടൈപ്പ് ചെയ്തു എല്ലാവരും. കാറ്റ് എന്ന് പറയാൻ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? വെറ്റ്. അൻസിയ ചെയ്ത് കഴിഞ്ഞു, സുമയ്യ ചെയ്ത് കഴിഞ്ഞു. വെറ്റ്. ഓക്കെ, വിൻഡ് തന്നെയാണ്, വിൻഡ്. എന്നാൽ ഈ കാറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു തരം കാറ്റ് മാത്രമേ ഉള്ളൂ? അല്ല. ഇപ്പോൾ പലതരം കാറ്റുകളും പല പേരിലും പല കാറ്റും വരുന്നുണ്ട്. ഈ പാട്രിയാർക്കിയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ അറബിക്കടലിൽ വീശുന്ന പ്രധാനപ്പെട്ട കൊടുങ്കാറ്റുകൾക്കൊക്കെ, അതായത് അപകട സാധ്യതയുള്ള കൊടുങ്കാറ്റുകളെ മൊത്തം പേര് ലേഡീസിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ ആന്ധ്രയിൽ കഴിഞ്ഞ 8 കൊല്ലം മുമ്പ് ഒരു കാറ്റ് വീശി മണിക്കൂറിൽ 160-180 കിലോമീറ്ററോളം വരുന്ന കാറ്റ് വീശി 1.25 ലക്ഷം ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത്. എന്താ ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? EVACUATION, ഇവാക്യുവേഷൻ, മാറ്റിപ്പാർപ്പിക്കുക, ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക. 1.25 ലക്ഷം ആളുകളെയാണ് വിശാഖപട്ടണത്തു നിന്നൊക്കെ മാറ്റിപ്പാർപ്പിച്ചത്. ആ കാറ്റിൻ്റെ പേര് പത്രങ്ങളിൽ വന്നത് ലൈല വീശി 1.25 ലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്നാണ്. എന്തായാലും ഈ ഇത്തരം വാർത്ത വായിക്കുന്ന ഇവിടെ നമ്പൂരിമാരൊക്കെ ആണെങ്കിൽ അവർ പറയും, എൻ്റെ ഈശ്വര, എന്ത് വീശിലാണ് ആ പെണ്ണുമ്പിള്ള വീശിയതെന്ന് അല്ലേ പറയും. അപ്പോൾ ഇനിയിപ്പോൾ അമേരിക്കയിലാണെങ്കിൽ റീത്ത, കത്രീന, മറിയ തുടങ്ങിയ പേരിലൊക്കെ വരുന്നുണ്ട്. ഇനി ഭാവിയിൽ നമ്മളെ കേരളത്തിൽ ഓമന, ആമിന, മറിയ, റസിയ ഈ പേരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. റസിയ വീശി 150 ആളുകൾ മരിച്ചു എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുമ്പോൾ ഇനിയെങ്കിലും കാര്യം മനസ്സിലാക്കുക, അത് കാറ്റിൻ്റെ പേരാണ്. ഞാൻ പറയുമ്പോൾ പുരുഷന്മാരുടെ പേരും കൂടി കൊടുക്കണം അതിന്. അതാണ് അതിൻ്റെ ഒരു ജസ്റ്റിസ് അല്ലേ. കൊടുങ്കാറ്റിന് പുരുഷന്മാരുടെ പേരും കൂടി കൊടുക്കണം, അപ്പോഴേ ഈക്വാലിറ്റി വരുള്ളൂ. ഓക്കെ, റീത്ത വീശികാണ്ട് അമേരിക്കയിൽ 10 ലക്ഷം ആൾക്കാരെ മാറ്റി പാർപ്പിച്ചത്.
അടുത്തല്ല 2016 റീത്ത നല്ല വീശിലാണ് വീശിയേക്കേണ്ടത്. അതിൻ്റെ മുമ്പ് പിന്നെ റീത്തല്ല വേറൊരു പേരും പാടുണ്ട്. എന്തായാലും എല്ലാം സ്ത്രീകളെ പേരെ കൊടുക്കേണ്ടത്, അത് നല്ല പ്രവണത അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ പാട്ടും പോട്ടെ. കാറ്റ്, വിൻഡ്. എന്നാൽ നമ്മുടെ നാട്ടിൽ കാറ്റ്, വേറെ കാറ്റുണ്ട്. ഞാൻ കാറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പറയാൻ പോകട്ടെ. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ചുഴലി, അതായത് ഈ കാറ്റിങ്ങനെ എന്താ പറയുക, ഈ വട്ടം കറങ്ങിയിട്ട് മേലേക്ക് പോകേണ്ടത്. അത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പേര് സൈക്ലോൺ എന്നാണ്. സൈക്ലോൺ, CYCLONE, സൈക്ലോൺ. നമ്മുടെ നാട്ടിലൊക്കെ സൈക്ലോണിൻ്റെ അടുത്ത് നിങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ ദേഹത്ത് കുറച്ച് പൊടിയാവുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ടഞ്ഞിപ്പോൾ ആരും പേടിക്കണ്ട. പഠിച്ചവനെ ഞാൻ കാട്ടത്ത് പോയിരുന്നാൽ ദേഹത്ത് നാഗവല്ലി കയറിക്കൂടുമോ, ഇനി വേറെന്ത് ഡയലോഗൊക്കെ വരുമെന്ന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ. ഓക്കെ, എന്നാൽ ഈ ചുഴലിക്കൊടുങ്കാറ്റേനെ അമേരിക്കയിലൊക്കെ വീശാറുണ്ട്. അത്യാവശ്യത്തിലേറെ ഭീകരനാണ് ആ കാറ്റ്. അപ്പോൾ ഈ കാറ്റിൻ്റെ പേരാണ് ട്വിസ്റ്റർ. ഒരു ബൈക്കിൻ്റെ പേരാണ് TWISTER, ട്വിസ്റ്റർ. വീശുമ്പോഴാണ് ഈ 10 ലക്ഷം ആൾക്കാരൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടത്. ആരൊരാളെ മൈക്ക് ഓണാണ്, മൈക്ക് ഓഫ് ചെയ്യൂ കേട്ടോ. ആരൊരാളെ മൈക്ക് ഓൺ ഉണ്ടോ ഓഫ് ചെയ്യൂ. ക്ലാസ് ജാം വരും. ആടെ നോക്കിയിട്ട് അവർ ഒന്ന് ഓഫ് ചെയ്യണം. ഞാൻ ഓഫ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാവരുത് കേട്ടോ. കാരണം നിങ്ങൾ ടീച്ചേഴ്സാണ്. നിങ്ങൾ സ്വയം അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ കാറ്റിലേക്ക് വരാം. ഇനി ഇതേ കാറ്റ് ചില ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളെ, ടാങ്കർ ലോറികളെ എല്ലാം പറത്തുന്ന രീതിയിൽ ഭീകരമായിട്ട് മാറുമ്പോൾ അതിന് പറഞ്ഞ പേരാണ് ടൊർണാഡോ. അതും ചുഴലിക്കൊടുങ്കാറ്റാണ് ടൊർണാഡോ. നമ്മുടെ ഏകദേശം ഒരു 35 വർഷം മുമ്പ് കേരളത്തിൽ അഷ്ടമുടി കായലിൽ പെരുമൺ തീവണ്ടി ദുരന്തം നിങ്ങളിൽ ചിലരെങ്കിലും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. 107 യാത്രക്കാരാണ് ലോകമാന്യ തിലക് എന്ന ആ ഒരു ട്രെയിനിൻ്റെ 7ഓളം ബോഗികൾ അഷ്ടമുടി കായലിലേക്ക് കൂപ്പുകുത്തി മുങ്ങിയപ്പോൾ അതിൽ മുങ്ങി മരിച്ചത്. പക്ഷേ അതിൻ്റെ കാരണത്തെക്കുറിച്ച് പറയേണ്ടത് ഒരു വെള്ളിയാഴ്ച ഉച്ചക്ക് 12:30 മണിക്കായിരുന്നു. കാരണത്തെക്കുറിച്ച് പറയുന്നത് അത് ടൊർണാഡോ ആണ് എന്നാണ് അവസാന വിശദീകരണം. ടൊർണാഡോ വീശിയപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളെ പാളത്തു നിന്നും പൊക്കിയിട്ട് താഴേക്കാണ്ട് എറിയാം. അതാണ് ടൊർണാഡോ. ഓക്കെ, നമ്മളൊക്കെ ആ കാട്ടത്തായി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. മേലേക്കാണ്ട് പൊന്തിന് കാണാം. ഇപ്പോൾ എന്താ പറയുക, ജസ്രിയ കാട്ടത്ത് മേലേക്ക് പൊന്തുകയാണെങ്കിൽ സുമയ്യ താഴെ ഉണ്ടാവും, സഫിയ താഴെ ഉണ്ടാവും. അങ്ങനെ കൈയ്യട്ടിക്കാണ്ട് ഹായ് താഴെ നോക്കിയാണ്ട് ഹായ് പൂയ് കൂയ് എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷെ ആ സമയത്ത് അത് പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുമെന്നാവും. ഓക്കെ, അപ്പോൾ എന്തായാലും കാര്യം മനസ്സിലായല്ലോ. ടൊർണാഡോ. അപ്പോൾ സൈക്ലോണ്, ട്വിസ്റ്റർ, ടൊർണാഡോ. കാറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് നിങ്ങൾ സൈക്ലോണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നിൽക്കാം, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ടൊർണാഡോ കച്ചടിക്കുമ്പോൾ ആ കാട്ടത്ത് പോയി നിൽക്കുകയാണെങ്കിലേ കൂട്ടുകാരെയും കുടുംബക്കാരെയും ബന്ധുക്കളൊക്കെ കണ്ടുകാണ്ട് ചെയ്ത തെറ്റുകളൊക്കെ പൊരുത്തപ്പെടിയിച്ച് അവരോടൊക്കെ മാപ്പ് പറഞ്ഞുകാണ്ട് പോയി നിന്നാൽ മതി. മനസ്സിലായില്ലേ? നേരെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഭീകരമായ കാറ്റാണ്. ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഈ മരങ്ങൾ കാറ്റിൽ ആടുന്ന പോലെയുള്ള കാറ്റ് വരാറുണ്ട്. അതാണ് സ്റ്റോം. STORM, സ്റ്റോം. മനസ്സിലായല്ലോ? STORM, സ്റ്റോം. എന്നാൽ നമുക്കറിയാം ചില രാജ്യങ്ങളിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറുകളെ പോലും പതുക്കെ നിരക്കി നീക്കിക്കൊണ്ടുപോയിട്ട് കാറുകളെ പോലും മറിച്ചിടുക. അങ്ങനത്തെ കാറ്റ് ബംഗ്ലാദേശിലൊക്കെ സ്ഥിരം വീശാറുണ്ട്. അതിന് പറഞ്ഞ പേരാണ് ഗാല. GALA, ഗാല. എന്തായാലും ഇപ്പോൾ മനസ്സിലായോ? കാറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഇനി മഴ പെയ്തുകാണ്ട് തോർന്ന ശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണാം നല്ല തണുത്ത ഒരു കാറ്റ് ഇങ്ങനെ പതുക്കെ വീശുന്ന കാണാം. രസമാണ്. ഇതിൻ്റെ കൂടുതൽ അത് കൊള്ളണ്ട.
അത്യാവശ്യം ടെമ്പറേച്ചർ ഉണ്ടാവാൻ അത് മതി, പനി ഉണ്ടാവാനേ അത് മതി. ഈ കാറ്റ് നമ്മൾ പറയുന്ന പേരാണ് ബ്രീസ്. എന്താ പറയുക? ബ്രീസ്. അപ്പോൾ കാറ്റുകൾ കുറേ ഉണ്ട്. ഇനി മനുഷ്യൻ്റെ ചിരിയും കുറേ തരമുണ്ട്. ഇനി കരച്ചിലിന് ക്രൈ എന്ന് മാത്രമേ ഉള്ളൂ? അല്ല, 10ലേറെ വാക്കുകളുണ്ട്. 10ലേറെ വാക്കുകൾ കരച്ചിലുമായി ബന്ധപ്പെട്ടുണ്ട്. വീപ്പ്, മോൻ, MOAN ആണ്, MOURN ഉണ്ട്, വിംബർ, ഇങ്ങനെ കുറേ വാക്കുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാക്കുകൾ തന്നെ ഇൻറ്റൻസിറ്റി കൂടിയ കാര്യങ്ങൾ, ഒരേ കാര്യം തന്നെ ഇൻറ്റൻസിറ്റി കൂടിയത് പറയാൻ വേറെ വാക്കുണ്ട്, ഇൻറ്റൻസിറ്റി കുറഞ്ഞത് പറയാൻ വേറെ വാക്കുണ്ട്. മനസ്സിലാവണില്ലേ? അല്ലേ? ചാറ്റിൽ മഴക്ക് എന്താ ഇംഗ്ലീഷ് പറയാം? ചാറ്റിൽ മഴ സോങ് കുറഞ്ഞ മഴയല്ലേ അല്ലേ? എന്താ ഇംഗ്ലീഷ് പറയാം? DRIZZLE, ഡ്രിസിൽ അല്ലേ? DRIZZLE, ഡ്രിസിൽ. അത് ചാറ്റിൽ മഴയാണ്. ഇത് നമ്മൾ സാധാ മഴക്ക് എന്താ പറയുക? റെയിൻ. ഇനി കുറച്ചും കൂടി കനത്ത് പെയ്യാണെങ്കിലോ ഹെവി റെയിൻ അല്ലേ? ഹെവി റെയിൻ. ഇനി ചിലതുണ്ട് അതിതീവ്രമായ മഴ. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് റെയിൻ വിത്ത് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിൻ വിത്ത് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇതൊക്കെ ഡിക്ഷണറിയും തപ്പി വെക്കട്ടെ, എല്ലാം ഞാൻ പറഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് കാറ്റിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി ആരൊരാളെ മൈക്കോണാളാ? മക്കളെ ഫോൺ ഏൽപ്പിച്ച് പോകരുത് കേട്ടോ. നിങ്ങൾ തന്നെ വേണം ഫോൺ കൺട്രോൾ ചെയ്യാൻ കേട്ടോ. ഓക്കെ, യെസ്. ആരൊരാൾ മൈക്ക് ഓണാണ്. ഞാൻ മൈക്ക് ഓഫ് ചെയ്യുന്ന അവസ്ഥയ്ക്ക് വരരുത്, കാരണം ഞാൻ റിമൂവ് ചെയ്യാണ്ടാവുക ക്ലാസ്സിൽ നിന്ന് കേട്ടോ. ഓക്കെ, നിങ്ങൾ മൈക്ക് തുറന്നുകൊണ്ട് എന്നെ സംബന്ധിച്ച് പ്രയാസമില്ല, പക്ഷേ നമ്മുടെ പഠിതാക്കൾക്ക് ക്ലാസ് കേൾക്കുന്ന സ്റ്റക്ക് വരും, ജാമൊക്കെ വരും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ മൈക്ക ഓഫാക്കാൻ പറയുന്നത്. ഓക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും അത് പാലിക്കണം കേട്ടോ. ക്ലാസ്സിൻ്റെ കാര്യത്തിൽ അത് പാലിക്കണം. ഞാൻ എപ്പോഴും ഇത് പറയില്ല, ഇനി ഉണ്ടായി കഴിഞ്ഞാൽ റിമൂവ് ചെയ്യലേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾ ടീച്ചേഴ്സാണ്, നിങ്ങളടുത്ത് ഇങ്ങനെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്വയം ഡിസിപ്ലിൻഡ് ആവേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ആവാൻ കഴിവുള്ളവരുമാണ്, അറിവുള്ളവരുമാണ്, ബോധമുള്ളവരുമാണ്. ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതലൊരു അധ്യാപികയുടെ എല്ലാ കടമകളും കാര്യങ്ങളും അറിയുന്നവരാണ് നിങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട്. മക്കളെ വളർത്തുന്നവരല്ലേ അല്ലേ? അതിലപ്പുറം അല്ലേ? ഒരു മാതാവിന് പറയാറുണ്ട്, പ്രോഫറ്റിൻ്റെ അടുത്ത്, പ്രോഫറ്റ് മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു അത്രേ, എനിക്ക് ആരോടാണ്, എൻ്റെ പിതാവിനോടാണോ മാതാവിനോടാണോ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളതെന്ന്. അങ്ങനെ 3 പ്രാവശ്യം ഈ ചോദ്യകർത്താവ് ചോദ്യം ആവർത്തിച്ചപ്പോഴും പ്രോഫറ്റ് പറഞ്ഞ മറുപടി മാതാവിനോട് എന്നുള്ളതാണ്. 4ാമത്തെ പ്രാവശ്യം മാത്രമാണ് പിതാവിനോട് പറഞ്ഞത്. മാതാവിൻ്റെ സ്ഥാനം അത്രയും തീക്ഷ്ണമാണ്. നിങ്ങൾക്ക് ഗീതയിലെ വാക്യങ്ങളൊക്കെ എനിക്ക് ഉദ്ധരിക്കാൻ വരുന്നുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല കേട്ടോ. ഓക്കെ, ഗീതയിലൊക്കെ ഇതിന് തുല്യമായിട്ടുള്ള വരികളുണ്ട്. ഓക്കെ, ഗീതയിലും ബൈബിളിലൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, കാരണം നമ്മളത് ദൈവശാസ്ത്രമല്ല വിഷയം, നമ്മളത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് പറയാം അല്ലേ, ഇൻറ്റൻസിറ്റി കൂടിയ കാര്യം കുറഞ്ഞ കാര്യമുണ്ട്, അതിനൊക്കെ അനുസരിച്ച് വിൽ യു പ്ലീസ് കുറേ ഉണ്ട്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഇന്ന് നമുക്ക് അതിൻ്റെ വേറെ കുറച്ച് വാഗ്ഭേദം പഠിക്കാം. ആദ്യം നിങ്ങൾ പഠിച്ചത് കം ഹിയർ, പിന്നെ പഠിച്ചത് പ്ലീസ് കം ഹിയർ. ഇനിയിപ്പോൾ ആദ്യം പറഞ്ഞു ഇവിടെ വരൂ, പിന്നെ പറഞ്ഞു ദയവായി ഇവിടെ വരൂ, അത് അപേക്ഷയാണ്. എന്നാൽ ഇവിടെ വരരുതെന്ന് പറയാൻ വേണ്ടി നമ്മളെന്താ പറയുക? ഈ കം ഹിയർ എന്ന വാക്കിന് മുമ്പ് നമ്മളൊരു DON''T ചേർത്താൽ മതി, ഡോണ്ട് ചേർത്താൽ മതി. പക്ഷെ പറയുമ്പോൾ ഡോണ്ട് എന്ന് പറയരുത്, ജോൺ പറയാവൂ. ഡോൺ കം ഹിയർ, ഇവിടെ വരരുത്, ഡോൺ കം ഹിയർ. എല്ലാവർക്കും വർക്ക് ഇപ്പോൾ കിടക്കുന്നുണ്ട് കേട്ടോ. വർക്ക് ഇപ്പോൾ തരാം ഞാൻ. ഞാനിപ്പോൾ എത്ര വാക്യം ഉണ്ടാക്കി? 3 വാക്യം ഉണ്ടാക്കി. കം ഹിയർ, പ്ലീസ് കം ഹിയർ, ഡോണ്ട് കം ഹിയർ. ഈ ഡോണ്ട് കം ഹിയർ എന്ന് പറയുമ്പോൾ കമാൻഡാണ്. അത് നമ്മളിലേക്കാളും പ്രായം കുറഞ്ഞവരോടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈക്വലായിട്ടുള്ള പ്രായമുള്ളവരോടും നമ്മളെക്കാളും പ്രായം കൂടിയവരോടും നമ്മളെങ്ങനെ പറയാം?
അതാണ് പ്ലീസ് ഡോണ്ട് കം ഹിയർ. കണ്ടോ, പ്ലീസ് ഡോണ്ട് കം ഹിയർ. ദയവ് വിചാരിച്ച് ഇവിടേക്ക് വരരുത്. ഞാൻ കയ്യും കാലും പിടിക്കാം. ഉണ്ടോ, പ്ലീസ് ഡോൺ കം ഹിയർ അങ്ങനെയും പറയാം. ഡോൺ കം ഹിയർ പ്ലീസ് എന്നും പറയാം. എനിക്ക് പറയാൻ ഇഷ്ടം ഡോൺ കം ഹിയർ പ്ലീസ് ആണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഡോൺ കം ഹിയർ പ്ലീസ്. കണ്ടോ, അപ്പോൾ 4 വാക്യം ഒരേ കാര്യം വെച്ച് കണ്ട് 4 പറയാൻ പഠിഞ്ഞോ ഇല്ലയോ? പഠിഞ്ഞില്ലേ? ഒന്നുകൂടി നോക്കാം നമുക്ക്. ആദ്യം കം ഹിയർ, ഇവിടെ വാ. ഇനി നമ്മുടെ മലപ്പുറം സ്ലാങ് പറഞ്ഞാൽ ഇവിടെ വഗ്ഗോ, ഇവിടെ വാ, ഇവിടെ വരിൻ എന്നൊക്കെ പറയുന്ന പോലെ. ഇനി രണ്ടാമത് എന്താണ് പറഞ്ഞത്? പ്ലീസ് കം ഹിയർ. മൂന്നാമത് പറഞ്ഞു ഇവിടെ വരരുത്, പ്ലീസ് ഡോണ്ട് കം ഹിയർ, അല്ലെങ്കിൽ ഡോണ്ട് കം ഹിയർ പ്ലീസ്, അല്ലേ? ഓക്കെ, ഡോണ്ട് കം ഹിയർ. അത് കഴിഞ്ഞ് അടുത്തത് പ്ലീസ് ഡോണ്ട് കം ഹിയർ. 4 വാക്യങ്ങൾ ഒറ്റയടിക്ക് പറയാനുള്ള കഴിവ് നമുക്കുണ്ടായി കഴിഞ്ഞു. 4 ഇനി കുറേ എണ്ണം വരാനുണ്ട്. ഓക്കെ, യെസ്. ഇനി ഞാൻ ടാസ്ക് തരാൻ പോവുകയാണ്. ഇപ്പോൾ ചെയ്യാം. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നർത്ഥം. നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ എന്ന് പറയാൻ വേണ്ടി നമ്മളെങ്ങനെ പറയാ? ലുക്ക് ഹിയർ. ദയവായി ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയാൻ വേണ്ടി നമ്മളെന്താ പറയുക? പ്ലീസ് ലുക്ക് ഹിയർ. എന്നാൽ ഇവിടേക്ക് നോക്കരുത്, ഡോണ്ട് ലുക്ക് ഹിയർ. ഓക്കെ, ഇനി ദയവായി ഇങ്ങോട്ട് നോക്കരുത് അങ്ങനെ പറയാനോ? പ്ലീസ് ഡോണ്ട് ലുക്ക് ഹിയർ. കണ്ടോ, ഒരു വാക്യം കിട്ടിയാൽ കുറേ എണ്ണം ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം. ഇംഗ്ലീഷ് അങ്ങനെയാണ്, നാവിന് വഴങ്ങുള്ളൂ. മനസ്സിലായല്ലോ? പ്രാക്ടീസ് വിൽ മേക്ക് യു കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ലൈക്ക് യുവർ മദർ ടങ്. വാട്ട് ഈസ് യുവർ മദർ ടങ്? വിച്ച് ഈസ് യുവർ മദർ ടങ്? ഇംഗ്ലീഷ്, ഐ മീൻ മലയാളം. സോ ഹൗ ക്യാൻ യു സ്പീക്ക് മലയാളം? ലൈക്ക് ദാറ്റ് വൈസ് യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ആസ് വെൽ. അതാണ് കാരണം. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മലയാളം എങ്ങനെ പറയുന്നുണ്ടോ അതേപോലെ ഇംഗ്ലീഷ് പറയാൻ കഴിയും. അത് ചെയ്ത് ഒരു കാര്യം ആദ്യം പറഞ്ഞുതരാം. നടക്കൂല എന്നുള്ള ധാരണ വെച്ചുകാണ്ട് ഇത്തരം ക്ലാസ്സിന് ഇരിക്കരുത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കാതിരിക്കരുത്. എന്നെ കൊണ്ടൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചുകാണ്ട് എന്ത് പറയാനാ, എങ്ങനെ പറയാനെന്നൊക്കെയുള്ള ധാരണ, അതൊക്കെ അതിനേക്കാളും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ. നീന്തൽ പഠിക്കാൻ കുട്ടിക്കാലത്ത് പോയി കാണും, നീന്തൽ പഠിച്ചില്ലേ? അത് ഇതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രശ്നമാണ്. അത് പഠിഞ്ഞല്ലോ അല്ലേ? വണ്ടി ഓടിക്കാൻ പഠിച്ചില്ലേ? നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കുറേ ടീച്ചേഴ്സ് സ്കൂട്ടിയൊക്കെ ഓടിക്കുന്നവരാണ്, കാർ ഓടിക്കുന്നവർ വരെയുണ്ട്, റൈറ്റ് അല്ലേ? ഇതൊക്കെ പഠിച്ച നിങ്ങൾക്ക് പഠിക്കാൻ എന്താ അത്ര ബുദ്ധിമുട്ട്? ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടതെന്നറിയോ? ആദ്യം വേണ്ടത് എന്നെക്കൊണ്ട് പറ്റൂല എന്ന് തോന്നുന്ന ആ തോന്നലുണ്ടല്ലോ, അത് 4 മടക്കിയിട്ട് ബാഗിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ട് വേണം ക്ലാസ് കയറാൻ. മനസ്സിലായല്ലോ കേട്ടോ? എന്നാലും ശരിയാവുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ ധാരണയും വെച്ച് കണ്ട സാറിപ്പം അങ്ങനെയൊക്കെ പറയും, സാറിനൊക്കെ പറയുക. മൂപ്പർക്ക് ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലോകത്ത് ഇങ്ങനെ കിടന്ന് വിലസുന്ന ആളാണ്. നമ്മളിതിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു 8-10 കൊല്ലം അടുക്കളയിൽ മാത്രം കഴിച്ചു കൂട്ടി പഠന കാര്യമൊന്നുമില്ല. പിന്നെ മക്കളെന്നെ സംശയം ചോദിച്ച കാര്യമായിട്ട് ഒന്നും പറയാനും അറിയില്ല. അങ്ങനെയുള്ള നമ്മളിപ്പോൾ ഈ ക്ലാസ്സിനൊക്കെ ചേർന്നുകാണ്ട് എന്ത് ഇംഗ്ലീഷ് സംസാരിക്കാനാ? ഇങ്ങനെയൊക്കെ ഒരു ധാരണ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, തലയിൽ ചക്ക വീഴണം. തലയിൽ ചക്ക വീണാൽ ഫോർമാറ്റ് ആവും. മനസ്സിലായില്ല? ഫോർമാറ്റ് വരും, കംപ്ലീറ്റ് പോവും. നിങ്ങളെ തലച്ചോറിലെ വിൻഡോസ് 9ഉം വിൻഡോസ് 7ഉം ഔട്ട്ലുക്ക് എക്സ്പ്രസ്സും MS പ്ലെയറും ഫുള്ള് പോകും. പിന്നെ ആ സ്ഥാനത്ത് വേറെ പലതുമാണ് കയറിക്കൂടുക. നിങ്ങൾ ചോദിക്കും സ്വന്തം പാണ്ട് പോയി കാണ്ട് നിങ്ങളാരാ? സ്വന്തം വീട് ചൂണ്ടിക്കാട്ടിക്കാണ്ട് നിങ്ങൾ പാട് പറയും ഇതാരെ വീടാ അല്ലേ? ഈ ഒരു പഴയ മലയാള സിനിമ ഉണ്ട്, ഇത് ഞാൻ തമാശ പറയില്ല കേട്ടോ, ഇത് റിയാലിറ്റിയാണ്. ഒരുപാട് പഴക്കമുള്ളൊരു മലയാള സിനിമ ഉണ്ട്. ഈ പത്മരാജ് എന്ന് പറയുന്ന വിഖ്യാതനായ സംവിധായകൻ സംവിധാനം ചെയ്ത സിനിമയാണ്.
സിനിമ കാണാൻ പറയില്ല കേട്ടോ. ഇത്തരം സംഭവങ്ങളുള്ളൊരു ഇത്തരം സംഭവങ്ങൾ ഇതിവൃത്തമായൊരു സിനിമ പറയുന്നത് മാത്രമേ ഉള്ളൂ. സിനിമൻ്റെ പേര് ഇന്നലെ എന്നാണ്. ഇന്നലെ. അപ്പോൾ അതിൽ നായിക ഒരു തീർത്ഥാടന യാത്ര പോയിട്ട് ബസ് മറിഞ്ഞ് നായകൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും മരിക്കുന്നു, നായിക മാത്രം രക്ഷപ്പെടുന്നു. പരിക്കൊന്നുമില്ല, പക്ഷേ കംപ്ലീറ്റ് ഫോർമാറ്റായി. എൻഗേജ് കഴിഞ്ഞ ഹസ്ബൻഡിനെ കണ്ടിട്ട് പോലും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ആ സിനിമയുടെ ക്ലൈമാക്സ്. ഓക്കെ, ജയറാമാണ് തോന്നുന്നുണ്ട് സിനിമയുടെ നായകൻ. സിനിമ കാണാൻ പ്രോത്സാഹിപ്പിക്കല്ലോ കേട്ടോ. ഇത്ര ഒരു റിയാലിറ്റി ഉള്ളൊരു സിനിമ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ആവേണ്ടി വരും, എന്നാലേ പിന്നെ ശരിയാവുള്ളൂ. അത് നടക്കേണ്ട കാര്യമല്ല. കോമ, അതിന് പറഞ്ഞ പേരെ കോമ. ഏത് മറ്റേ പൂച്ചമാന്തി കോമയല്ല. നമ്മൾ സാധാരണ കോമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇടുക, അത് നമ്മൾ പൂച്ചമാന്തി എന്ന് പറയാം. പൂച്ചമാന്തി ആ കോമയല്ല. ഇത് വേറൊരു സ്റ്റേറ്റ് ഉണ്ട്. നമുക്ക് നമ്മളെ വീട്ടിൽ ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. പഠിച്ചത് മൊത്തം മറന്നുപോയി, ഓർമ്മയുള്ളതൊക്കെ മറന്നുപോയി, നമ്മൾ ആരാന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്, നമുക്കുണ്ടാവാറുണ്ട്. അങ്ങനത്തെ അവസ്ഥ നമുക്കാർക്കും വരാതിരിക്കട്ടെ. കാരണം വല്ലാത്തൊരു ഒരു ദുരന്തമാണത്. ശരിക്കും പറഞ്ഞാൽ ജീവനുള്ള ശവമായിരിക്കുകയാണ് ആ മനുഷ്യൻ മരിക്കോളം. കാരണം ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ കോമ എന്ന ആ സ്റ്റേറ്റിന് പറയട്ടോ, കോമ. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ധാരണ, നല്ല സൂപ്പർ ധാരണ വേണം. ഇതിനെക്കൂടെ നടക്കും. ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. എനിക്കെന്താ ഇപ്പോൾ ഇത് ഇംഗ്ലീഷ് പഠിക്കാത്ത പ്രശ്നം? ഞാൻ അറബി മദ്രസയിൽ പോയിട്ട് ഉസ്താദിൻ്റെ അടി കൊണ്ടാണെങ്കിലും അറബി എല്ലാം പഠിച്ചേക്കണമല്ലോ. എനിക്ക് എന്ത് ഇംഗ്ലീഷ് അല്ലേ? ലോകത്ത് ഏറ്റവും പഠിക്കാൻ പ്രയാസമുള്ള ഭാഷയാണല്ലോ മലയാളം. മലയാളം അറിയാവുന്ന എനിക്ക് ഇംഗ്ലീഷ് എന്ത്? ഹല്ലി വല്ലി, നോ പ്രോബ്ലം. ഇത് പറയാനുള്ള ഇത് മനസ്സിനുണ്ട് വരണം. ആ ഒരു മനക്കരുത്ത്. മനസ്സിലായില്ലേ? അത് വന്നു കഴിഞ്ഞാൽ കഴിച്ചിലാവും. അപ്പോൾ നമുക്ക് 4 വാക്യം കേട്ടോ. ഞാൻ ടാസ്ക് തരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ മറക്കാനുള്ള സമയമായി. ഞാൻ പഠിപ്പിച്ച 4 മറക്കാനുള്ള സമയമായി. അത് മറന്നു പോട്ടെ. അങ്ങനെ മറന്നു പോയവരൊക്കെ മറന്നു പോട്ടെ. ഓക്കെ, ഞാൻ ടാസ്ക് തരാൻ പോവുകയാണ് കേട്ടോ. ഒരു വാക്യം, 3 വാക്കുകൾ തരും. ആ 3 വാക്ക് ഉപയോഗിച്ചുകൊണ്ട് 4 വാക്യങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്ത് അയച്ചു തരണം. ഓക്കെ, ഞാൻ പറയട്ടെ? യെസ്. ഓക്കെ. ടെൽ, പറയുക. മീ, എന്നോട്. ദ ട്രൂത്ത്, ആ സത്യം. 3 വാക്കുകൾ. ടെൽ, TELL, ടെൽ, പറയുക. ME, മീ, എന്നോട്. ദ ട്രൂത്ത്, TRUTH, ആ സത്യം. അവിടെ ഞാൻ ഉപയോഗിച്ചത് അർത്ഥം വരാൻ വേണ്ടിയാണ്. ദ ട്രൂത്ത്. ഓക്കെ, ഇതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 വാക്യങ്ങളിലും അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മറന്നു പോയി 4 വാക്യങ്ങൾ വരട്ടെ. 4 ഒരുമിച്ചിട്ട് വരട്ടെ. ചെയ്യും എല്ലാവരും. നോക്കാം, നമുക്ക് എന്തൊക്കെ ഉണ്ടാവുക നോക്കാം കേട്ടോ. ചെയ്യും, എല്ലാവരും ചെയ്യും. ആരും പിന്മാറരുത്. ഇപ്പം ഞാൻ ഒരു ക്ലാസ്സിന് ലെഫ്റ്റ് ആവില്ല കേട്ടോ. ഇങ്ങനെ ടാസ്ക് വരുമ്പോഴാണ് ചുളിവിൽ മുങ്ങൽ. ആരും മുങ്ങരുത്. ഓക്കെ, പിന്നെ ആരൊക്കെയോ പോകുന്നുണ്ട്. ആരും പോവല്ലേ. എന്നെ തല്ലേണ്ട സാറേ, ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞ് പോവരുത്. ഇവിടെ തന്നെ നിൽക്കുക കേട്ടോ. മക്കൾ കരയുകയാണെങ്കിൽ മാത്രം പോയാൽ മതി. തക്കതായ കാരണമുണ്ടെങ്കിൽ മാത്രം ലെഫ്റ്റ് അടിച്ചാൽ മതി. വരട്ടെ. ആളുകൾ സൂപ്പറായി വരുന്നുണ്ട്. വരട്ടെ, ഇനിയും വരട്ടെ. നിമിഷ, ഓക്കെ. ഷെറീൻ, ആഷിക, ഷഫ്ന, അജൂഷ. അടിപൊളിയായിട്ട് വരട്ടെ. നമ്മുടെ തലച്ചോറിൻ്റെ അകത്തെ കുറേ ഭാഗം മാറാല പിടിച്ച് കിടക്കുകയാണ്. അതൊക്കെ ക്ലിയർ ആവട്ടെ. ഇനിയിപ്പോൾ ഇന്ന് തന്നെ ചൂലെടുത്ത് കാണ്ട് ചുവട്ടിൻ്റെ ഉള്ളിൽ കൂടി ചൂലിട്ട് കാണ്ട് മാറാല കെട്ടാൻ നോക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞത് ആ മാറാലല്ല. അവിടെയൊക്കെ കാര്യങ്ങൾ അത്ര പിന്നെ ക്ലിയർ അല്ല കിടക്കുകയാണ്. പക്ഷേ ഇനിയുണ്ടല്ലോ ഏകദേശം ഇപ്പോൾ 70 ആൾ ക്ലാസ്സിലുണ്ട്. ഇപ്പോൾ 70 ആൾ ഓൺലൈൻ ഇപ്പോൾ ക്ലാസ്സിലുണ്ട് ലൈവായിട്ട്. എല്ലാവരും ഫൗമി എല്ലാവരും വരട്ടെ. കംപ്ലീറ്റ് പറ്റേ. ഒരു രസം എന്താ അറിയാം, ഒരാൾ പോലും തെറ്റ് എഴുതി അയക്കണില്ല. എല്ലാതും ശരിയാണ്. ഞാൻ ഇപ്പോൾ നോക്കേണ്ടത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും കാണുന്നില്ല. ഇത്രയും നന്നായിട്ട് ടൈപ്പ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും നിങ്ങളാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്നെക്കൊണ്ട് നടക്കൂല ഇംഗ്ലീഷൊന്നും എന്ന് വിചാരിച്ചിരുന്നത്.
എന്തൊരു കഷ്ടമാണ് അല്ലേ? വാട്ട് എ പിറ്റി. എന്ത് പറ്റിയെന്നല്ല കേട്ടാ, വാട്ട് എ പിറ്റി. എന്തൊരു കഷ്ടമാണത്. ഓക്കെ, ടൈപ്പ് ചെയ്യട്ടെ. വെറ്റെ മുഫീദ ബാനു എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മരുന്ന് വേറെ തരാണ്ട്. ഓക്കെ, ഇനിയും ആളുണ്ട്. ഇപ്പോൾ പകുതി ആളായിട്ടുള്ളൂ. പകുതി ആളുകളെ സെൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇനിയും ഉണ്ട് ആളുകൾ. എല്ലാവരും ഓക്കെ, എല്ലാവരും ഇനിയുണ്ട്. ആരും മാറി നിൽക്കല്ലേ കേട്ടോ. ക്ലാസ്സിൽ 80 തുടങ്ങി നമ്മുടെ പാർട്ടിസിപ്പേഷൻ. ഇനി ലാസ്റ്റ് ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ 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 ഇനിയും കുറച്ചും കൂടി ആളുകൾ, ഒരു 10ഓളം ആളുകൾ ഇനിയും ചെയ്യാണ്ട്. പിന്നെ ഇല്ലേ, കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ 4 തരം വാക്യങ്ങൾ, ശരിക്കും 4 നമുക്ക് 144 വാക്യങ്ങൾ വരെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു സ്റ്റൈല് വെച്ചുകൊണ്ട് 144 വാക്യങ്ങൾ വരെ, ഒരു 3 വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ 4 മനസ്സിലായല്ലോ. അങ്ങനെ 144 വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പഠനം വളരെ ഈസിയാണ്. വളരെ അനായാസേന ഇംഗ്ലീഷ് പഠിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം, ഇനി അടുത്തത് 5ാമത്തെ, ഇപ്പോൾ 4 വാക്യമായിട്ടുള്ളൂ. ഇനി 5th സെൻറ്റൻസ് ഉണ്ട്, 6th ഉണ്ട്, 7th ഉണ്ട്, 8th ഉണ്ട്. 8th വരെ ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി വേറൊരു ഭാഗമാണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളൊക്കെ സിറ്റുവേഷൻസ് വെച്ചുകൊണ്ട് ഇംഗ്ലീഷ് പറയാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറ്റുവേഷൻസ്, അതായത് ആദ്യ സിറ്റുവേഷൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. 2ാമത്തെ സിറ്റുവേഷൻ എന്താ നിങ്ങൾ പഠിച്ചത്? എന്താണ്? ഡെയിലി റുട്ടീൻ എക്സ്പ്രഷൻ, അഥവാ നമ്മുടെ ദൈനംദിന കർമ്മങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് പറയാം ആണ് 2nd ക്ലാസ്സിൽ പഠിച്ചത്. 2nd 3rd വെച്ച് ക്ലാസ്സിൽ. ഇപ്പോൾ 4th ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേപോലെ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ നിർബന്ധമായ കാര്യങ്ങൾ എങ്ങനെ പറയാം, അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടതായിട്ട്. നിർബന്ധമായ കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അതിൻ്റെ ഒരു ഫോർമാറ്റ് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതിനടുത്ത ഫോർമാറ്റ് ക്ലാസ്സിൽ പറയും. ശ്രദ്ധിക്കുക എല്ലാവരും. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു 2 വാക്കുകളുണ്ട്. 1ാമത്തെ വാക്കാണ് മസ്റ്റ്. 2ാമത്തെ വാക്കാണ് ഹാവ് ടു. അതായത് നമുക്ക് ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങൾ. വില്ലുപയോഗിച്ചുകൊണ്ട് നിർബന്ധമായ കാര്യങ്ങൾ പറയില്ല, ഉദ്ദേശങ്ങളെ പറയാറുള്ളൂ. വില്ലും വുഡൊക്കെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യണം. നമുക്ക് ആ ഭാഗത്തേക്ക് പോകണം. ആ ഭാഗമൊക്കെ വരും, വില്ലും വുഡും ഷാളൊക്കെ വരും. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ നോക്കാം. നീ നാളെ വരണം എന്ന് പറയാൻ വേണ്ടി നീ നാളെ എൻ്റെ വീട്ടിൽ വരണം. ഇത് വലിയ വാക്യമായതുകൊണ്ട് അത്ര ഡീപ്പായി പറയാത്തത്. നീ നാളെ വരണം എന്ന് പറയാൻ നമുക്ക് 2 രീതികൾ എടുക്കാം. ഒന്ന്, യു മസ്റ്റ് കം. യു വിൽ കം ടുമോറോ എന്ന് പറയുമ്പോൾ നീ നാളെ വരും എന്നേ ആവുള്ളൂ. നീ നാളെ വരണം എന്ന് ആവണമെങ്കിൽ നമുക്ക് യു മസ്റ്റ് കം. ഇനി യു വിൽ കം പറയാം, അതിൻ്റെ കൂടെ സംതിങ് വേറെ ചേർക്കാനുണ്ട്, അപ്പോൾ അത് ശരിയാവുള്ളൂ.
കേട്ടോ. സംതിങ് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ യു മസ്റ്റ് കം. ഇത് കൂടാതെ യൂസ് ചെയ്യുന്ന വേറൊന്നാണ് ഹാവ് ടു. HAVE, ഹാവ് ടു. യു ഹാവ് കം, യു ഹാവ് ടു കം ടുമോറോ. ഹാവിൻ്റെ കൂടെ ടു ചേർക്കണം. യു ഹാവ് ടു കം ടുമോറോ. നീ നാളെ വരണം, വന്നേ പറ്റൂ, നിർബന്ധമാണ്. ഓക്കെ, യെസ്. അപ്പോൾ യു മസ്റ്റ് കം, നീ നാളെ വരണം. യു ഹാവ് ടു കം, നീ നാളെ വരണം. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും ഒരേ കേസിൽ പറയുന്നത് തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോഴൊക്കെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പം തന്നെ വ്യത്യാസങ്ങളെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈഫിൽ സംസാരിക്കലേ ഉണ്ടാവില്ല ഇംഗ്ലീഷ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് പറയാം യു മസ്റ്റ് കം. ഇനി ഒരു വാക്യം നമ്മളെ മനസ്സിൽ കിട്ടിയാൽ നമുക്ക് മറ്റു അനേകം വാക്യം ഉണ്ടാക്കാനുള്ള കഴിവ് സ്വയം ഉണ്ടാവണമല്ലോ, അല്ലേ? അതിപ്പോൾ മനസ്സിലാക്കിയല്ലോ. അതും കൂടി ഇവിടെ അപ്ലൈ ചെയ്യാണ്. നീ നാളെ വരരുത്, നീ നാളെ വരണ്ട. നീ നാളെ വരണ്ട എന്ന് പറയാൻ വേണ്ടി ആ മീനിങ്ങിൽ ചെറിയ ഇപ്പോൾ രണ്ടും സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ അറിയാം. അത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോഴതിൻ്റെ ആവശ്യം പിന്നെ വരുന്നുള്ളൂ. അപ്പോൾ യു മസ്റ്റ് കം എന്നുള്ളത് യു മസീൻറ്റ് കം. യു മസീൻറ്റ് കം. നീ നാളെ വരണ്ട, നാളെ വരരുത്, നീ നാളെ വരരുത്. യു മസീൻറ്റ് കം. എന്നാൽ യു ഡോണ്ട് ഹാവ് ടു കം എന്നുള്ളത് നമുക്കറിയാം. യു ഹാവ് ടു കം എന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവാണ് യു ഡോണ്ട് ഹാവ് ടു കം. യു ഡോണ്ട് ഹാവ് ടു കം. പക്ഷേ അതിൻ്റെ അർത്ഥം നീ നാളെ വരരുത് എന്നല്ല, നീ നാളെ വരേണ്ടതില്ല, നീ നാളെ വരേണ്ട ആവശ്യമില്ല, നീ നാളെ വരേണ്ട നിർബന്ധമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അർത്ഥമാണ് അതിന് വരിക. യു ഡോണ്ട് ഹാവ് ടു കം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം, ഒരു ചെയ്യേണ്ട കാര്യം പറയാനും പഠിച്ചു, ചെയ്യരുത് എന്ന് പറയാനും പഠിക്കുകയാണ്. നീ നാളെ പോകണം. എങ്ങനെ പറയാം? യു മസ്റ്റ് ഗോ ടുമോറോ. നീ നാളെ അദ്ദേഹത്തെ കാണണം. യു മസ്റ്റ് മീറ്റ് ഹിം ടുമോറോ. നീ നാളെ എന്നെ കാണണം. യു മസ്റ്റ് മീറ്റ് മീ ടുമോറോ. ഇനി ഹാവ് ടു യൂസ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ഗോ ടുമോറോ. നീ നാളെ പോകണം. യു ഹാവ് ടു മീറ്റ് മീ ടുമോറോ. നീ നാളെ എന്നെ കാണണം. ഓക്കെ. യു ഹാവ് ടു വാച്ച് ഹിം. നീ അദ്ദേഹത്തെ വാച്ച് ചെയ്യണം. ഓക്കെ. ഇനി ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോഴോ യു മസീൻറ്റ് ഗോ ടുമോറോ. നീ നാളെ പോകരുത്. നീ നാളെ പോകരുത്. യു മസീൻറ്റ് മീറ്റ് ഹിം. നീ അദ്ദേഹത്തെ കാണരുത്. യു മസീൻറ്റ് സ്പീക്ക് ടു ഹിം. നീ അദ്ദേഹത്തോട് സംസാരിക്കരുത്. എന്നാൽ ഹാവ് ടു ആകുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു ഗോ ടുമോറോ. നീ നാളെ പോകേണ്ടതില്ല. യു ഡോണ്ട് ഹാവ് ടു ഗോ ടുമോറോ. നീ നാളെ പോകേണ്ടതില്ല. ഓക്കെ. ആൻഡ് യു ഡോണ്ട് ഹാവ് ടു മീറ്റ് ഹിം ടുമോറോ. നീ നാളെ അദ്ദേഹത്തെ കാണേണ്ടതില്ല. കാണേണ്ട ആവശ്യമില്ല. ഞാൻ ആവശ്യം പറയാൻ വേറെ വാക്കുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഒരു നിർബന്ധമായ സിറ്റുവേഷൻ പറയാൻ വേണ്ടി ഈ രണ്ട് വാക്കുകൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മസ്റ്റ്, ഹാവ് ടു. ഇനി ഷുഡ് ഏകദേശം ഈ ഭാഗത്ത് വരും. പക്ഷേ ഷുഡ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഇതിനു വേണ്ടിയല്ല, വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് ഇത് മതി, മസ്റ്റ് ആൻഡ് ഹാവ് ടു. ഓക്കെ. ഇനി ഇവിടുന്ന് നമുക്ക് ഒരാളെ സംസാരം എന്ന് പറയുമ്പോൾ അതിൽ ചോദ്യങ്ങൾ വേണം, അല്ലേ? ചോദ്യങ്ങൾ വേണ്ടേ? കാരണം ചോദ്യങ്ങൾ ചോദിക്കാതെ എങ്ങനെ നമുക്ക് ഒരാളുമായി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ പോസിറ്റീവായ കാര്യം യു ഹാവ് ടു കം, നീ നാളെ വരണം. നെഗറ്റീവായ കാര്യം യു ഡോണ്ട് ഹാവ് ടു കം ടുമോറോ, നീ നാളെ വരേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാര്യം കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്കതും കൂടി പഠിച്ചു വെക്കാം. നമ്മൾ ആദ്യം പഠിക്കേണ്ട ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ? മലയാളത്തിൽ പറഞ്ഞാൽ ആഹാ ഏഹേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ യെസ് എന്ന് പറഞ്ഞാൽ അതെ, നോ അല്ല, നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമോ? ഇല്ല, നിങ്ങളിപ്പോൾ എങ്ങനെ മലയാളത്തിൽ പറയാം? ഏഹേ
അല്ലേ? അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ആഹാ ഏഹേ ക്വസ്റ്റ്യൻസ്, നമുക്കതും കൂടി തിരിച്ചറിയാം. എങ്ങനെ? ഞാൻ നാളെ വരണോ? ഞാൻ നാളെ വരണോ? അത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ആ മസ്റ്റ് പറഞ്ഞ വാക്ക് നിങ്ങൾ കണ്ടില്ലേ? ആ മസ്റ്റിനെ വാക്യത്തിൻ്റെ ആരംഭത്തിലേക്കാണ്ട് കൊണ്ടുപോയാൽ സംഭവം ക്ലിയറായി, പണി തീർന്നു. മസ്റ്റ് ഐ കം ടുമോറോ? ഞാൻ നാളെ വരണോ? ഞാൻ നാളെ വരേണ്ടതുണ്ടോ? നമ്മുടെ കൂട്ടുകാരിയുടെ അനിയത്തിൻ്റെ മാരേജ് ഫങ്ഷനാണ്. പക്ഷെ കൂട്ടുകാരിയുടെ അനിയത്തി എന്ന് പറഞ്ഞാൽ അവളൊരു ഒരു ഒരു മോഡേൺ ആയിട്ടുള്ള ലേഡിയാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഫാഷൻ അവൾ ഒരു മോഡൽ കൂടിയാണ്. അപ്പോൾ ആ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകൾ ഫംഗ്ഷന് വരും. നമുക്ക് ആ ഫംഗ്ഷന് പോകാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മളെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എടി മസ്റ്റ് ഐ കം ടുമോറോ? അല്ലേ? നിങ്ങളെങ്ങനെ ചോദിക്കുക? അടി ഇവളെ മസ്റ്റ് ഐ കം ടുമോറോ? ഞാൻ നാളെ വരണോ? ഞാൻ നാളെ വരേണ്ടതുണ്ടോ? I don't feel coming. I wouldn't like to come there because I don't feel watching people doing something fashion or something like that. I can't see it. So it is better for me to not to come there. So must I come there? ഞാൻ വരേണ്ടതുണ്ടോ? അപ്പോൾ അവൾ പറയും, നീ എങ്ങാനും വരാതിരുന്നാൽ ഇഫ് യു ഡോണ്ട് കം എനി മോർ ഐ വിൽ ടീച്ച് യു എ ലെസൺ. ഓള് ലെസൺ പഠിപ്പിക്കാറുണ്ട്, നമ്മളെ ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കലല്ല. നമ്മളെ കൈ പിടിച്ചുകൊണ്ട് ഓള് വല്ല കൂൾബാർക്കോ നല്ല കോസ്റ്റ്ലി ഫുഡുള്ള ഹോട്ടലൊക്കെ കണ്ട് കയറും, നല്ല ഫുഡ് കഴിക്കും, നമ്മളെ ഹാൻഡ് ബാഗിലുള്ള മുഴുവൻ ക്യാഷും ഡിം. ഓക്കെ, അതുണ്ടാവും. ഓക്കെ, മസ്റ്റ് ഐ കം ടുമോറോ? ഇനി ഹാവ് ടു ചേർക്കുകയാണെങ്കിൽ ഡു ഐ ഹാവ് ടു കം ടുമോറോ? ഡു കണ്ട, അപ്പോൾ ഡു ആരംഭത്തിൽ വരണം. ഈ ഡു യെസ് ഓർ നോൻ്റെ ഒരാൾ കൂടിയാണ്. ഡു ഐ ഹാവ് ടു കം ടുമോറോ? ഞാൻ നാളെ വരേണ്ടതുണ്ടോ? ഓക്കെ, മസ്റ്റ് യൂസ് ചെയ്യാൻ പഠിച്ചു. മസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം? മസ്റ്റ് ഐ കം ടുമോറോ? ഡു ഐ ഹാവ് ടു കം ടുമോറോ? ഡു ഐ ഹാവ് ടു കം ടുമോറോ? എന്ത് ഈസിയാണ് പഠിക്കാൻ അല്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യനും പഠിച്ചു. അപ്പോൾ നമുക്ക് 4 വാക്ക് ഒരുമിച്ച് പറയാം. യു മസ്റ്റ് കം ടുമോറോ, യു മസ്റ്റ്ന്റ് കം ടുമോറോ, മസ്റ്റ് ഐ കം ടുമോറോ? ഞാൻ നാളെ വരേണ്ടതുണ്ടോ? അതന്നെ നിങ്ങൾ മസ്റ്റ്ന്റ് ഐ കം ടുമോറോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നാളെ വരേണ്ടതില്ലേ? ഞാൻ നാളെ വരേണ്ടതില്ലേ എന്നാവും. ഇല്ലേന്ന് അർത്ഥം വരും. ഓക്കെ, അപ്പോൾ യു മസ്റ്റ് കം, യു മസ്റ്റ്ന്റ് കം, മസ്റ്റ് ഐ കം, ആൻഡ് ലാസ്റ്റ് വൺ മസ്റ്റ്ന്റ് ഐ കം. ഞാൻ വരേണ്ടതില്ലേ? ഇനി ഹാവ് യൂസ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു കം, യു ഡോണ്ട് ഹാവ് ടു കം, ഡു ഐ ഹാവ് ടു കം? ഞാൻ വരേണ്ടതുണ്ടോ? ഞാൻ പറയുമ്പോൾ ഒക്കെ വേണ്ട നോട്ട്സൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഡു ഐ ഹാവ് ടു കം? ഞാൻ വരേണ്ടതുണ്ടോ? ഞാൻ വരേണ്ടതില്ലേ? ഡോണ്ട് ഐ ഹാവ് ടു കം, ഡോണ്ട് ഐ ഹാവ് ടു കം? ഇനി ഞാൻ നാളെ അവിടെ വരേണ്ടതില്ലേ? ഡോണ്ട് ഐ ഹാവ് ടു കം ദേർ ടുമോറോ? ഡോണ്ട് ഐ ഹാവ് ടു കം ദേർ ടുമോറോ? സോ studying language, learning language is quite easy, but you have to come for everyday class, and you have to attend the class thoroughly and take notes and study it by speaking or saying, repeating many times. Only through that way you can be get practiced, and through practice you can speak English well. There is no other way. There's no other way. I think all of you can understand what I am saying here. If you would like to speak English well, there is something you have to do. There is something you have to do behind that capacity. That is practice daily. So spend 5 minutes in front of a mirror
I think all of you spend half an hour in front of mirror daily by applying something foundations, something cosmetics on your face, right? But don't you spend time like that wise. You have to spend only 5 minutes in front of a mirror and just say your what you call your self introduction many times. And if you can speak it a certain speed, then you can turn your accent into Oxford English accent. Oxford. How can you get Oxford accent? It's quite easy. First of all, say, "Good morning, everyone. Let me introduce myself. I am Nafsira from Calicut. My father is Mr. Okay, likewise പ്രാക്ടീസ് ചെയ്തോളൂ. മനസ്സിലായി? ഇതിനു വേണ്ടി ചേമ്പിൻ്റെ വിത്ത് ചൂടോടെ ഇനി വായിലിടൊന്നും വേണ്ട, കൈവിരലും കൊടുക്കൊന്നും വേണ്ട. അല്ലാതെ തന്നെ ശ്രമിച്ചാൽ ഓക്സ്ഫോർഡ് ആക്സെൻറ്റ് കിട്ടും. ഓക്കെ. And after that you have to spend 5 more minutes for daily routine expression in front of mirror. When you say about your daily routine, look into your mirror and just understand your face gestures. ചില ആൾക്കാരെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും, എൻ്റെ പഠിച്ചോനെ ഇത്രയും ബുദ്ധിമുട്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മൂപ്പര് ഒരു 2-3 വാക്ക് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി എന്തോ ഒരു സ്ട്രെയിൻ എടുത്തത്. അതെന്താ, നമ്മൾ ഈ സംസാരിക്കുന്ന ആളെ മുഖം വികൃതമാകുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കാറ്റ് റാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ മാതിരിക്കല്ല, കാറ്റ് റാറ്റ് എന്നൊക്കെയാണ് പറയാം. കാരണം മൂപ്പർക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഈ എന്ന് പറയുമ്പോൾ ഇതൊരു ഭാഗത്തേക്ക് കോടണം, അപ്പോഴത് ശരിയാവുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണോന്ന് പിന്നെ വഴിയെ മനസ്സിലായി, അങ്ങനെയൊന്നും വേണ്ട, കുറച്ച് കടന്നുപോയി. നമ്മൾ കാറ്റ് റാറ്റ് മാറ്റ് പാച്ച് അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ. ബട്ട് ഈ സ്പീഡ് പ്രാക്ടീസാണ്. കുറേ പ്രാവശ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളറിയാം സ്പീഡ് കൂടും. സ്പീഡ് കൂടുമ്പോൾ നല്ല ഓരോ വാക്കും കൃത്യമായിട്ട് കേൾക്കുന്ന പോലെ പറഞ്ഞു നോക്കാം. ഓ സ്റ്റൈല് വേണം. നിങ്ങളിഞ്ഞ് പണ്ട് ജയം പറഞ്ഞ പോലെ പറയരുത്, എല്ലാ വാക്കും സാറ് പറയുന്നത് എല്ലാ അക്ഷരവും കൃത്യമായി കേൾക്കുന്നത് കൊണ്ട് ഫാദർ എല്ലാ അക്ഷരവും പോരട്ടെ, അങ്ങനെ ആവരുത്. നല്ല സ്റ്റൈലിൽ ഫാദർ, മദർ, ബ്രാദർ, സിസ്റ്റർ കേൾക്കാൻ എന്ത് രസമുണ്ട് അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കൂ ആ സ്റ്റൈലിൽ. ലെറ്റ് മീ ഇൻട്രഡ്യൂസ് മൈ സെൽഫ്. ഫസ്റ്റ് ഓഫ് ഓൾ, I wish good morning to all of you. Let me introduce myself. I am Omana Thangappan from Kasaragod. My father is Mr. Thangappan. He's a coolie. My mother is Mrs. Rajamma Thangappan. She's domestic engineer. കേൾക്കുന്ന ആൾ പറയും, എന്താണ് ആ കുട്ടി പറഞ്ഞ ആക്സെൻറ്റ്, ഓ വാവ് കൊള്ളാം. ഓക്കെ. പക്ഷെ ഇതൊക്കെ പ്രാക്ടീസ് വേണം കേട്ടോ, നല്ല പ്രാക്ടീസ് വേണം, എങ്കിലേ അവസ്ഥയിൽ എത്താൻ കഴിയുള്ളൂ. പ്രാക്ടീസ് ചെയ്തോളൂ. സോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെ അവസാനം പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഇതാണ് യു മസ്റ്റ് കം, യു മസ്റ്റ്ന്റ് കം, യു മസ്റ്റ്ന്റ് കം, മസ്റ്റ് ഐ കം, മസ്റ്റ്ന്റ് ഐ കം, ഞാൻ വരേണ്ടതില്ലേ? കണ്ടോ? ഇങ്ങനെ നമുക്കിനി ഒരുപാട് സിറ്റുവേഷൻസിൽ 4 കുറച്ച് 6 ആവും. ഇപ്പോൾ 4 വാക്യം വരെയല്ലേ ഉള്ളൂ, 6 വാക്യമാവും, 8 വാക്യമാവും, അങ്ങനെ കൂടി പോവും. നമുക്ക് സ്റ്റൈലിൽ പറയാൻ പഠിക്കണം. എന്താ വേണ്ടേ? അതോ പഴയ പോലെ അങ്ങനെ കഴിഞ്ഞു കൂടിയാൽ മതിയാ? നിങ്ങളെ പറഞ്ഞു തരി. ഞാൻ അങ്ങനെ കൈ ഇങ്ങനെ വെച്ചാൽ പറഞ്ഞു കേട്ടാ, ഞങ്ങളിപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് പഴയ പോലെയൊക്കെ കഴിഞ്ഞാൽ മതി. അങ്ങനെ മതിയോ? തീരുമാനിക്കണം ഈ നിമിഷം. എന്ത്? ടു ചേഞ്ച് യുവർ സെൽഫ്. ഞാൻ ഡ്രസ്സ് മാറാനല്ല പറഞ്ഞത്. ടു ചേഞ്ച് യുവർ മെൻറ്റാലിറ്റി അബൌട്ട് ഓർ ടുവേർഡ്സ്
ലേണിംഗ്, എഡ്യൂക്കേഷൻ. അതിൻ്റെ നേർക്കുള്ള ആ ഒരു മനോഭാവം മാറ്റണം അല്ലേ? കാലിക്കറ്റ് കരിപ്പൂർ എയർപോർട്ടിൽ കൂടി മണിക്കൂറിൽ 150 സ്പീഡിൽ ഓടുന്ന ഫ്ലൈറ്റിനെ പൊക്കുന്നത്, ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള ആ ഫ്ലൈറ്റിനെ മുകളിലേക്ക് പൊക്കുന്നത് ഒരൊറ്റ ഡിഗ്രി മാറ്റമാണ്. ഫ്രണ്ട് വീല്, ഫ്ലൈറ്റിനൊക്കെ ഫ്രണ്ട് വീലും ബാക്ക് വീലും ഉണ്ടാവും, റൺവേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. ആ ഫ്രണ്ട് വീല് 1 ഡിഗ്രി അങ്ങോട്ട് മുകളിലേക്ക് കണ്ട് ചായുകയാണ്. അപ്പോഴാണ് ഈ കണ്ട ആയിരക്കണക്കിന് ടൺ വെയിറ്റ് ആയിട്ട് എത്ര ദൂരത്തേക്കാണ് പോകേണ്ടത്. ഞാൻ പറയുന്നു, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വിമാനം ഉയർന്നിട്ട് എയർപോർട്ടിൻ്റെ അവിടെ വെച്ച് നടക്കുകയാണെങ്കിൽ ഒരു 10-15 മീറ്റർ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ അറബിക്കടലിൻ്റെ മുകളിലേക്ക് ആ ഫ്ലൈറ്റ് എത്തുമ്പോൾ അത് 4-5 കിലോമീറ്റർ അഥവാ 5000-6000 മീറ്റർ ഹൈറ്റിലെത്തിയിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾ ഇന്നെടുക്കുന്ന ചെറിയൊരു തീരുമാനം മാത്രമായിരിക്കും അത്. പക്ഷേ 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും ആ തീരുമാനത്തിന് വലിയ മാറ്റം നിങ്ങൾ ലൈഫിൽ വരുത്താൻ കഴിയും. തയ്യാറുണ്ടോ നിങ്ങൾ? പറയും. ആർ യു റെഡി? തയ്യാറുണ്ടോ? തയ്യാറാണ്. ഉറക്കം തോന്നിക്കാണ്ട് തയ്യാറാണ് എന്ന് പറഞ്ഞാലൊന്നും പറ്റൂല. ആ മനസ്സുറപ്പുണ്ട് വേണം, ആ ചങ്കുറപ്പ് അതുകൊണ്ട് വേണം. ഓക്കെ, അതാണ് വേണ്ടത്. യെസ്, മക്കളേറ്റും ഹസ്ബൻഡായിട്ടും തമാശയിൽ വഴക്കൂടുമ്പോൾ അല്ലേ നിങ്ങൾ കാണിക്കുന്ന ചങ്കുറപ്പില്ലേ, അതുകൊണ്ട് വരട്ടെ. അതാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടത്. ഇനി പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പോൾ ചോദിക്കൂ, സാറേ എന്താ പ്രാക്ടീസ് ചെയ്യുക? സെൽഫ് ഇൻട്രഡക്ഷൻ എന്നും പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി റൂട്ടീൻ എന്നും പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇംഗ്ലീഷ് പറഞ്ഞ് കേട്ടുകാണ്ട് മക്കളെന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുകയാണെന്ന്. ഓർക്കറിയാം, കാരണം ഓരോ സ്കൂളിൽ ഈ പറഞ്ഞ സംഭവമൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഞാൻ പോകാൻ സമയമായി അല്ലേ? നിങ്ങളെ വീട്ടിൽ ഫിഷ്, അയിലയും മത്തിയൊക്കെ, അയക്കോറയൊക്കെ, സൂതിയൊക്കെ പൊരിക്കേണ്ട സ്മെല്ല് ഇവിടെ കേൾക്കുന്നുണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ? ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത്ര ആളുണ്ടാവില്ല, എണ്ണം കുറഞ്ഞങ്ങനെ പോവും. കാരണം വേഗം പോയിട്ട് ഷാപ്പിടണം, അല്ലെങ്കിൽ അവിടെ സാധനം തീരും. പിന്നെ അടുക്കളയിൽ എൻ്റെ അടുക്കളൻ്റെ കാര്യമില്ല പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ അടുക്കളൻ്റെ കാര്യമാണ്. സമയം 9 മണിയാവാൻ പോകുന്നു. നമുക്ക് ഇന്ന് ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ കുറേശ്ശെ ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ, അറിയാലോ. ഒരുപാട് കാര്യം പഠിപ്പിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, അത് ഇപ്പോൾ സാധ്യമല്ല. നിങ്ങളെല്ലാവരും ക്ഷമിക്ക് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മളിൽ പല സഹോദരിമാരും കല്യാണം കഴിഞ്ഞ് 8-10 കൊല്ലം ഈ ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധമില്ലാതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് കുറച്ചൊരു ദിവസം വേണ്ടി ഒന്ന് റെഡിയാവാൻ. റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. ക്ലാസ്സുകൾ നന്നായി മനസ്സിലായിട്ടുണ്ടാവും. റിപ്പീറ്റ് ക്ലാസ് കേട്ടതുകൊണ്ട് യൂട്യൂബിലൊക്കെ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അറിയാലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ഒരു ഉത്സവമാണ്. ഒരു ക്ലാസ് റൂമിൽ സ്കൂളിൽ, ഓഫീസ് റൂമിൽ, ഇനി നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് എവിടേക്കോ പോകുന്നുണ്ട്, അവിടെയൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പോയിന്റുകൾ നമ്മുടെ ബുക്കിൽ, ആ ബുക്ക് എഴുതിയ ആളാണ് പറയേണ്ടത്, ആ ബുക്കിൽ നന്നായിട്ട് നീട്ടി പരത്തി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടി നമ്മൾ അവസാനം എടുക്കും. സോ ക്ലാസ് കഴിയുമ്പോഴേക്കും ഐ തിങ്ക് ദാറ്റ് ഐ ക്യാൻ മേക്ക് യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ ലൈക്ക് എ മദർ ടങ്. ഓക്കെ, ഞാൻ മാത്രം ആഗ്രഹിച്ച ഒരു കാര്യം നടക്കൂല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, റെഡിയാണല്ലോ? നമുക്ക് ഇന്ന് വിട പറയാൻ സമയമായി. എല്ലാവരും ശുഭപ്രതീക്ഷയോട് കൂടി ക്ലാസ്സിരിക്കുക. നാളെ ഞാൻ ഒരു ക്ലാസ്സും കൂടി അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. കാരണം ക്ലാസ്സുകൾ എനിക്ക് അസുഖമായതുകൊണ്ട് ഞാൻ 1-2 ക്ലാസ് ഉദ്ദേശിച്ചതായിരുന്നു, പക്ഷേ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും മാത്രമല്ല, ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വേണ്ടി നിൽക്കെ മകൾക്ക് അസുഖം പെട്ടെന്ന് കൂടിക്കാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്ന് അവിടെ വെയിറ്റിംഗ് വന്നു. അതോടുകൂടി അന്ന് ക്ലാസ് ഞാൻ ലീവാക്കി. ഞാൻ ഗ്രൂപ്പിൽ അറിയിച്ചിരുന്ന കാര്യമൊക്കെ. നാളെ വീണ്ടും സ്പോക്കൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും തയ്യാറായിട്ട് വരിക. ലൈവ് ക്ലാസ്സിന് തന്നെ വരും. ഓക്കെ, ഇനി ഒരു 3 ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് യു
for 1 or 2 minutes with all of you in English. I would like to speak. Are you ready? ഇത് കേൾക്കുമ്പോൾ തന്നെ ആരും കണ്ടം വഴി ഓടരുത്. ഈ കാര്യം കേൾക്കുമ്പോഴേക്കും ആരും കണ്ടം വഴി ഓടരുത്. പറയണം, നിങ്ങളോട് ഒരു മിനിറ്റെങ്കിലും ഒന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിന് ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടി കഴിയണം. കാരണം ഇപ്പോഴത്തെ ലെവലൊന്നും ആയിട്ടില്ല, കുറച്ച് കഴിയട്ടെ. നമ്മൾ വരും. ഓക്കെ, ഞാൻ ഡേ മുൻകൂട്ടി അറിയിക്കുമ്പോൾ അന്ന് ക്ലാസ്സിന് പാർട്ടിസിപ്പേഷൻ കുറയരുത്. കാരണം എനിക്ക് പേടിയാണ്. ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഞാൻ എവിടെ പഠിപ്പിച്ച അവിടെയൊക്കെ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓഫറിങ് ക്ലാസ് ആണെങ്കിൽ കാണാം അന്ന് 4 ബെഞ്ചുകൾ കൂടുതൽ കാണാം. മോണ്ടിസോറിയൊക്കെ ഓഫറിങ് ക്ലാസ്സിന് എനിക്ക് പറ്റിയതാണ്. അവസാനം ഞാൻ ഒഴിവാക്കി, ടാസ്ക് കൊടുക്കാതായി. പിന്നെ ക്ലാസ്സിൽ കുറച്ച് ആദ്യം ഞാൻ ഈ ഫണ്ണ് പറയാറേ ഉണ്ടായിരുന്നില്ല. ഫണ്ണായിട്ടൊന്നും പറയാറില്ല, വെറും ക്ലാസ് മാത്രമായിരുന്നു. അവസാനം ഈ പിള്ളേരിങ്ങനെ ടാസ്കിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മുങ്ങുന്നുണ്ടപ്പോൾ പിന്നെ ഫണ്ടൊക്കെ കണ്ട് ചേർത്തു. അപ്പോൾ ക്ലാസ് ഫുള്ളായി. ഓക്കെ, ടാസ്ക് കൊടുക്കും. അപ്പോൾ ടാസ്ക് നമുക്ക് വേണം, നമുക്കത് ഒഴിയാൻ പറ്റില്ല. കാരണം ഇത് കുട്ടിക്കളിയല്ല, ആദ്യം പറഞ്ഞുതരാം. ഇത് ജീവിതം വെച്ചുള്ള കളിയാണ്. ഈ കളിയിൽ ഒരൊറ്റ ഫലേ ഈ കളിക്കുള്ളൂ. ഇതിൽ പരാജയമില്ല, വിജയം മാത്രമേ ഉള്ളൂ. പരാജയപ്പെടാൻ വേണ്ടി ആരും ഇതിലേക്ക് വരരുത്, വിജയിക്കാൻ വേണ്ടി മാത്രമേ വരാവൂ. ഓക്കെ, എൻ്റെ സംഭാഷണം കേൾക്കുന്ന എൻ്റെ സഹോദരന്മാർ കൂടിയായ ഹസ്ബൻഡുമാർ ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് തന്നെ കണ്ടാൽ മതി. നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇവന്മാർക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തോളി. കാരണം അതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളെക്കാളും കുറച്ചധികം പിന്നെ ഓണം പെരുന്നാൾ കൂടുതൽ കഴിച്ച ആളെന്ന് നിനക്ക് വിചാരിച്ചാൽ മതി. ഗൾഫിലും കുറേ കാലം വർക്ക് ചെയ്തേക്കണ്, അതും ഇംഗ്ലീഷ് കമ്പനിയിൽ വർക്ക് ചെയ്തേക്കണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ മേഖലയിലും കരുത്തിക്കണം. മനസ്സിലാവും, അവർ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവന്മാർക്ക് ആ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യൂ. ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തോളി. എന്തായാലും നമുക്കത് ഭാവിയിൽ ഭയങ്കര ഗുണം ചെയ്യും. ഓക്കെ കേട്ടോ. യെസ്, ഇത് ഞാൻ എൻ്റെ പഠിതാക്കൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവരുടെ കാരണവന്മാർ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. യെസ്, നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെയൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം, അങ്ങനെ ചിന്തിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പറയുകയാണ്. ക്ലാസ് തുടങ്ങി 1 hour ആയി, 9 മണിയായി. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് വിത്ത് സ്വീറ്റ് ഡ്രീംസ്. ലീവ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ, ലീവ് ചെയ്തോളൂ.